നമസ്കാരം. നിർണായക രഹസ്യം ചോർത്തി ചൈന സ്ഥിരം തന്ത്രങ്ങൾ പയറ്റുകയാണ്. തായ്വാനിൽ ചൈനയുടെ പിന്തുണയുള്ള ഹാക്കർമാർ ആക്രമണം ശക്തമാക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. സ്വയംഭരണ ദ്വീപിൽ ചൈനയുടെ രഹസ്യാന്വേഷണ ശേഖര പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചൈനയുടെ പിന്തുണയുള്ള ഒരു ഹാക്കിംഗ് സംഘടനയാണ് തായ്വാനീസ് സംഘടനകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയതെന്ന് സൈബർ സുരക്ഷാ സ്ഥാപനത്തെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ വ്യാപകമാവുകയാണ്. 2023 നവംബറിനും ഈ വർഷം ഏപ്രിലിനും ഇടയിൽ ഏകദേശം 2 ഡസനോളം ഓർഗനൈസേഷനുകൾ ഹാക്കിംഗ് ഗ്രൂപ്പായ റെഡ് ജൂലിയറ്റ് തകരാറിലാക്കിയെന്നും ഇത് തായ്വാനിലെ നയതന്ത്ര ബന്ധങ്ങളെയും സാങ്കേതിക വികസനത്തെയും കുറിച്ചുള്ള രഹസ്യാന്വേഷണ ശേഖരണത്തെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട് എന്നുമാണ് വിവരം. ടെക് സ്ഥാപനങ്ങൾ, സർക്കാർ ഏജൻസികൾ, സർവകലാശാലകൾ എന്നിവ ഉൾപ്പെടുന്ന തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തതിനായി ഫയർവാളുകളും വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കുകൾ പോലെയുള്ള ഇന്റർനെറ്റ് അഭിമുഖീകരിക്കുന്ന ഉപകരണങ്ങളുടെ കേടുപാടുകൾ റെഡ് ജൂലിയറ്റ് മുതലെടുക്കുകയായിരുന്നു. 70-ലധികം തായ്വാനീസ് ഓർഗനൈസേഷനുകൾക്കെതിരെ റെഡ് ജൂലിയറ്റ് നെറ്റ്വർക്ക് നിരീക്ഷണം അല്ലെങ്കിൽ ചൂഷണത്തിന് ശ്രമിച്ചു എന്നാണ് റിപ്പോർട്ട്. തായ്വാനിൽ നിർണായക സാങ്കേതിക മേഖലകളിലെ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ടെക്നോളജി വ്യവസായത്തെ റെഡ് ജൂലിയറ്റ് വളരെയധികം ലക്ഷ്യമിടുന്നതായി അമേരിക്കൻ അധികൃതർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. 8 ഇലക്ട്രോണിക്സ് നിർമ്മാതാക്കൾ, സാങ്കേതിക വിദ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന 2 സർവകലാശാലകൾ, ഒരു ഇൻഡസ്ട്രിയൽ എംബഡഡ് സിസ്റ്റംസ് കമ്പനി, ടെക്നോളജി കേന്ദ്രീകരിച്ചുള്ള ഗവേഷണ വികസന സ്ഥാപനം, 7 കമ്പ്യൂട്ടിംഗ് വ്യവസായ അസോസിയേഷനുകൾ എന്നിവയും ഈ ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നുണ്ട് എന്നാണ് സൂചന. രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്കായി ചൈനീസ് സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഹാക്കർമാർ തായ്വാനെ ലക്ഷ്യമിടുന്നത് ഇനിയും തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ തായ്വാനെ തകർക്കാൻ ചൈന ശ്രമിച്ചാൽ അമേരിക്ക അറ്റകൈ പ്രയോഗത്തിലേക്ക് നീങ്ങുമെന്നത് ഉറപ്പാണ്. ഇപ്പോൾ ചൈനയെ അമേരിക്ക സദാ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ചൈനീസ് സ്റ്റേറ്റ് സ്പോൺസർ ചെയ്യുന്ന ഗ്രൂപ്പുകൾ പൊതുജനങ്ങൾ ഇടപഴകുന്ന മേഖലയിലേക്ക് അതിശക്തമായി കടന്നുകയറുകയാണ്. എന്നാൽ സൈബർ ചാരവൃത്തിയിൽ ഏർപ്പെടുന്നത് സംബന്ധിച്ചുള്ള വിമർശനങ്ങളിൽ ചൈന പതിവ് പോലെ മുഖം തിരിക്കുകയുമാണ്. പകരം സൈബർ ആക്രമണങ്ങളുടെ ഒരു സ്ഥിരമിരയായി സ്വയം കാണിക്കുന്നതിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. തായ്വാൻ തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമായിട്ട് ചൈന അവകാശപ്പെടുന്നുണ്ട്. തായ്വാനെ സ്വതന്ത്രമായി നീങ്ങാൻ ചൈന അനുവദിക്കില്ല എന്ന ശപഥത്തിൽ തന്നെയാണ് ഇതെല്ലാം കാണിച്ചു കൂട്ടുന്നത്. നോക്കൂ, തായ്വാനിലെ ഭരണകക്ഷിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി പുതിയ നേതാവ് ലായ് ചിങ്ഡയുടെ കീഴിൽ തുടർച്ചയായി 3-ാം തവണയും അധികാരത്തിൽ തിരിച്ചെത്തി. അന്താരാഷ്ട്ര വേദിയിൽ ദ്വീപിന്റെ പ്രൊഫൈൽ ഉയർത്താൻ ശ്രമിച്ചതിനാൽ ചൈനയും തായ്വാനും തമ്മിലുള്ള ബന്ധം വഷളായി തുടരുകയുമാണ്. തായ്വാൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവർക്ക് വധശിക്ഷ നൽകുമെന്ന് ഭീഷണിപ്പെടുത്തി നിയമപരമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചതിന് പിന്നാലെ നേരത്തെ തായ്വാൻ പ്രസിഡന്റ് വില്യം ലായ് ചിങ്ഡെ ചൈനയ്ക്കെതിരെ ആഞ്ഞടിച്ചതും എടുത്തു പറയണം. ജനാധിപത്യം ഒരു കുറ്റമല്ല, സ്വേച്ഛാധിപത്യമാണ് യഥാർത്ഥ തിന്മ എന്നാണ് ലായ് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. ചൈന വിഘടനവാദി എന്ന് മുദ്രകുത്തിയ ലായ് തായ്വാൻ ഇതിനകം ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായതിനാൽ ഔപചാരികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിരുന്നു. തായ്വാൻ കടലിടുക്കിലും തായ്വാൻ പരിസരത്തും ചൈനീസ് സൈന്യം നടത്തുന്ന സംയുക്ത സൈനികാഭ്യാസങ്ങളിൽ US അഗാധമായ ഉത്കണ്ഠയാണ് പ്രകടിപ്പിക്കുന്നത്. ചൈന സംയമനത്തോടെ പ്രവർത്തിക്കണമെന്ന് US ആവശ്യപ്പെടുന്നതിനെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ ചൈനയുടെ നീക്കമത്രയും. നമുക്കറിയാം, ലോകത്തിലെ അർദ്ധചാലകങ്ങളുടെ ആഗോള വിതരണ ശൃംഖലയുടെ ഭൂരിഭാഗവും തായ്വാനെയാണ് ആശ്രയിക്കുന്നത്. തായ്വാനെ സ്വതന്ത്രമായി നീങ്ങാൻ അനുവദിക്കില്ല എന്ന ശപഥത്തിലുമാണ് ചൈന. തായ്വാനിൽ പലതും ചൈന കണക്ക് കൂട്ടുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ തുടർച്ചയായ പ്രകോപനങ്ങളിലൂടെയും അഭ്യാസങ്ങളിൽ കൂടെയും ഒക്കെ ചൈന തായ്വാനെ കീഴ്പ്പെടുത്തുവാനുള്ള ശ്രമം തുടരുകയുമാണ്. അവരുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറുക, അനാവശ്യമായ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ചൈന കാട്ടിക്കൂട്ടുന്നത്. എന്തായാലും ചൈനയെ തുരത്താൻ അമേരിക്കയും സദാ ജാഗ്രതയോടെ തന്നെ രംഗത്തുണ്ട്. തായ്വാനെ കീഴ്പ്പെടുത്താമെന്ന ചൈനയുടെ മോഹം ഒരിക്കലും നടക്കില്ല എന്ന് തന്നെയാണ് തായ്വാനും അമേരിക്കയും ഒക്കെ ഒരേ സ്വരത്തിൽ പറയുന്നത്.